മലയാള ജാലകത്തിന്റെ ഇന്നത്തെ സെഗ്മെന്റിൽ, അതായത് 25 ഒരു എത്തിനോട്ടം എന്ന് തുടങ്ങുന്ന ആ ഒരു സെഗ്മെന്റിലോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഞാൻ, നിങ്ങളുടെ ആർജെ ബിസ്മി. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, 2025 നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്ത് 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ശ്രമിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ 2025 ഏറ്റവും നല്ല ഒരു വർഷമായി തീരാനായിട്ട് സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ എന്ത് പരിപാടികൾ തുടങ്ങുമ്പോഴും ഓരോ മീറ്റിംഗ് തുടങ്ങുമ്പോഴും ഉള്ള ഓരോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ആൻസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് നടത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത്. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ 2025 ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മുടെ പിതാമഹന്മാരെയും പൂർവികന്മാരെയും അനുസ്മരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതെ, മറ്റൊന്നുമല്ല, അക്നോളജിങ് ദ കൺട്രി എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലെ ആൻസിസ്റ്റേഴ്സിനെയാണ് അക്നോളജിങ് കൺട്രിയിലൂടെ നമ്മൾ സ്മരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെ നിന്നാണോ വന്നത്, നമ്മുടെ റൂട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാം, നമ്മുടെ വേരുകൾ തേടി പോകുന്ന യാത്രകളാണ് എപ്പോഴും വളരെ മനോഹരമായ ഒരു 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 അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു മേഖലയിലേക്ക് നമ്മെ കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മുടെ വേരുകൾ, നമ്മുടെ പിതാമഹന്മാരുടെ ആ ജീവിത ശൈലികളിലോട്ട് തിരിച്ചു പോകുമ്പോഴാണ് നമ്മളിൽ നിന്നുള്ള ആ ഒരു ഉദാത്തമായ ഒരു മാതൃക മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ആദ്യമായിട്ട് പരിശീലിക്കേണ്ടത്, നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് അക്നോളജിങ് ദ കൺട്രി എന്ന ആ ഒരു കടമ തീർക്കാതെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പിതാമഹന്മാരെ ഓർക്കുകയും അവരെ അനുസ്മരിക്കുകയും അവർ നമുക്ക് വേണ്ടി നൽകിയ നല്ല കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയുമാണ് വേണ്ടത്. നമ്മൾ അക്നോളജിങ് ദ കൺട്രി എന്ന ആ ഒരു വ്യവസ്ഥിതി, അല്ലെങ്കിൽ അത് നിർബന്ധപൂർവം ചെയ്യുന്ന ഒരു ഒരു ആക്ഷനായിട്ട് മാറാതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിച്ച നമ്മുടെ പൂർവികന്മാരെ ഓർക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, 2025 ജനുവരി മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറേ നല്ല റെസൊല്യൂഷൻസ് എടുക്കണം, നമ്മുടെ ജീവിതം മറിച്ച് പൊളിച്ചടക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനൊന്നും സാധ്യമാകാറില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ചെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം ബാധിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിൽ ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിൽ ആദ്യം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തുടങ്ങേണ്ടത് ഇതാണ്. ഏതാണ്? നമ്മുടെ പൂർവികന്മാരെ അനുസ്മരിക്കുകയും അവരുടെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കോർത്തിണക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ പൂർവികന്മാരെ ആ അനുസ്മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമുക്കറിയാം, നമ്മള് ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കുടുംബത്തോടൊപ്പം തന്നെ ഒരു സമൂഹവും നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും അതിനോടനുബന്ധിച്ച് കുറേ ജീവിതത്തിലെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാര് ഏറെ ഉറക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാകാം. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തെയും നമ്മെ സഹായിക്കുന്ന നമ്മുടെ സമൂഹത്തെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അതാണ് രണ്ടാമത്തെ ആവശ്യം. 2025 നിങ്ങളോട് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തത് അതുമാത്രമാണ്. നമുക്കറിയാം, ഇതെല്ലാം പറയുമ്പോഴും മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. എന്താണത്?
ഹാർമണി ആൻഡ് ബാലൻസ്. നമ്മുടെ ജീവിതം നിറഞ്ഞു നിൽക്കുന്നത് കുറേ നല്ല ആവശ്യങ്ങളാണ്, കുറേ നല്ല ഓട്ടങ്ങളാണ്. നമ്മളെപ്പോഴും പറയും, ഒരു വ്യക്തി സാധാരണ മരിക്കുമ്പോൾ ക്രിസ്തുമത വിഭാഗത്തിലുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ശവസംസ്കാര സമയത്ത് പലപ്പോഴും ഞാൻ ഏറെ കേട്ടിട്ടുള്ള വാക്കുകളാണ്: അവൻ നല്ല ഓട്ടം ഓടി, അവന്റെ ഓട്ടം പൂർത്തിയായി, ഇനി അവൻ ആത്മശാന്തിയിലോട്ട് അല്ലെങ്കിൽ നിത്യതയിലേക്ക് അവൻ പ്രവേശിക്കുന്നു, അവൾ പ്രവേശിക്കുന്നു എന്നൊക്കെ. അതെ, ജീവിതം ഒരു ഓട്ടമാണ്. ഒരു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തിലേക്കുള്ള ഒരു ഓട്ടമാണ്. ഇവിടെയുള്ള ഭൂലോകത്തുള്ള ജീവിതം പലരും പല രീതിയിലാണ് അതിനെ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എങ്കിലും അതിനൊരു ആരംഭവും ഒരു അവസാനവുമുണ്ട്. ഒരു നിത്യതയിലുള്ള ജീവിതമല്ല ഭൂലോകത്തുള്ള ജീവിതം എന്നുള്ളത് ഏവരും ഉറക്കെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കരച്ചിലിൽ നിന്ന് ആരംഭിക്കുന്നു, ഒരു ശ്വാസം എടുക്കലിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ഒരു ശ്വാസം നിലയ്ക്കുന്നതിൽ അവസാനിക്കുകയും മറ്റുള്ളവരുടെ കരച്ചിലിലൂടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം മാത്രമാണ് ഈ ഭൂലോകത്തുള്ള ജീവിതം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാർമണിയും ഒരു ബാലൻസും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓട്ടങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബാലൻസ് ഉണ്ടാക്കില്ല. നമുക്കറിയാം, ഒരു കുന്നിന് ഒരു താഴ്വരയുണ്ട്. അതെ, ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്. ഒരു സന്തോഷത്തിന് ഒരു സങ്കടമുണ്ട്. നമുക്ക് അങ്ങനെ ചിന്തകൾ നോക്കുമ്പോൾ എന്തിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. നമുക്കറിയാം, ഒരു കൺസോലേഷൻ, ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ആ ഇരുട്ടിന് ഒരു പകലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനും ആ ഒരു ബാലൻസ് ഉണ്ടാകാനായിട്ട് നമ്മൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മളിനി എന്താണ് നാലാമത്തെ കാര്യം? നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യ ജീവിയാണ്. ജീവികള് എപ്പോഴും പഠിക്കുന്നത് നാം കാണുന്ന നമ്മളുടെ സഹജീവികളിൽ നിന്നുള്ള അനുഭവങ്ങൾ, അതല്ലെങ്കിൽ നാം തന്നെ നമ്മുടെ സ്വതസിദ്ധമായ ആവശ്യം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും. നമ്മളിതില് നാലാമത്തെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു വർഷം ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മുടെ പഠനങ്ങളാണ്. പഠനങ്ങൾ പുസ്തകങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം അനുഭവമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഓരോ പഠന പുസ്തകങ്ങളാണ്. നമ്മുടെ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും എത്ര നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും അതിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ തുടർച്ചയായ ഒരു പഠന മനോഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പല രീതിയിലുള്ള വിഭാഗത്തിലുള്ള പഠനങ്ങൾ ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു വർഷം നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇതൊരു ജൂബിലി വർഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, നന്മകൾ വരുന്ന അല്ലെങ്കിൽ നന്മകൾ പൊഴിയുന്ന ഒരു വർഷമാണ് 2025. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് നമ്മുടെ മനസ്സിനകത്തുള്ള ആ ഒരു ദുർവിചാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു എന്തും സ്വീകരിക്കാൻ, നന്മ സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് ജൂബിലി വർഷം നമ്മളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നത്, സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ എൻ്റെ മനസ്സിനകത്ത് കിടക്കുന്ന ഒരു പക്ഷേ ചീഞ്ഞ് അളിഞ്ഞു കിടക്കുന്ന കുറേ വിചാരങ്ങളും അല്ലെങ്കിൽ കുറേ അനുഭവങ്ങളും ഉണ്ടായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് നന്മ വരുത്താതെ തിന്മയുടെ ആ മാലിന്യത്തിലോട്ട് നമ്മെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ ആയിരിക്കും. ആ ചിന്തകളെയും അനുഭവങ്ങളെയും എങ്ങനെ എനിക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്ന ബോധപൂർവമായ ഒരു പഠനം ഈ ഒരു വർഷം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു പഠനം ഉണ്ടാകുമ്പോൾ ആ പഠനത്തിൽ നിന്ന് നമ്മൾ അനുഭവങ്ങളിലോട്ട് മാറുമ്പോഴാണ് നമ്മുടെ മനസ്സിനകത്ത് ചത്ത് ചീഞ്ഞു കിടക്കുന്ന ആ ദുർവിചാരങ്ങൾ പോവുകയും നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, ശരീരം തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു ലോകത്തേക്ക്, നന്മയുടെ ഒരു ലോകത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ലേണിംഗ്, അതൊരു നമ്മുടെ മനസ്സ് നിർബന്ധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയാക്കിയിട്ട് ഈ വർഷം മാറ്റേണ്ടിയിരിക്കുന്നു. ഇതായിരിക്കും അഞ്ചാമത്തെ പോയിന്റ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും ഏത് സമയവും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും ഒരു അനുഗ്രഹത്തിന്റെ പൂമഴയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അതെ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് വേണ്ടി നൽകുന്ന ദാനമാണ് അത്. ഓരോ ദിനവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ആ ഒരു ദാനമാണ്. നാം എന്ത് സംസാരിക്കുന്നുവോ, അതോ എന്ത് കാണുന്നുവോ, അത് എന്ത് ചെയ്യണമോ എന്നൊക്കെ നാം ഒരു പക്ഷെ തത്രപ്പെടുന്നുണ്ടെങ്കിലും, നാം നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ നിയന്താവ് തന്നെയാണ്.
അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുകൊണ്ട് ഏറ്റവും നന്മ നിറഞ്ഞ, അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ എപ്പോഴും ആ ഒരു ഞാൻ എനിക്ക് ലഭിക്കുന്നത് എല്ലാം ഒരു ദാനമാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ആ ദാനത്തിന് എപ്പോഴും നന്ദി പറയാനുള്ള ഒരു മനസ്ഥിതി മനസ്സിൽ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യണം. നമുക്കറിയാം, എല്ലാവരും പറയുന്ന ഒരു വാചകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വർഷവും തുടർന്നു കൊണ്ടുപോകണം. അങ്ങനെയാകുമ്പോഴാണ് ഈ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർച്ചയായി സന്തോഷത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ജൂബിലി വർഷം നന്മകളുടെ നിറകുടമായി മാറുക. അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? നമ്മൾ 5 കാര്യങ്ങളാണ് നോക്കിയത്. 2025 എങ്ങനെ നല്ല ഒരു വർഷമാക്കി, നന്മയുടെ ഒരു വർഷമായി മാറ്റാനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ: നമ്മുടെ പിതാമഹന്മാരെ ആദരിക്കുകയും അവരുടെ നന്മകളെ സ്മരിക്കുകയും ചെയ്യുക. 2, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. 3, നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസും ഹാർമണിയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. 4, കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠന മേഖലകളിൽ ഏർപ്പെടുക. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും നല്ലത് മാത്രം പഠിച്ച് ജീവിതത്തിന്റെ അകത്തുള്ള ദുഷ്ചിന്തകളെ മാറ്റുക. അങ്ങനെ മൈൻഡ്ഫുൾനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 2025 നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആശംസകളും പ്രാർത്ഥനകളും ഇത് 2025 ഏറ്റവും നല്ല ഒരു മാതൃക നിറഞ്ഞ വർഷമായി തീരാനായിട്ടുള്ള പ്രാർത്ഥനകളുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് വരുന്നത് 88.9 വിം FM നിന്ന് നിങ്ങളുടെ RJ ബിസ്മി പാലാട്ടി. നമുക്ക് എന്തായാലും മറ്റൊരു ഗാനം കേട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക.